അറിയാം. രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പറയാൻ ഓരോ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കളുണ്ടാവും. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ അതിൻ്റെ സംഘടനക്ക് മാത്രമാണ് അധികാരമുള്ളത്. അവർക്ക് മാത്രമാണ് സാധിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ എല്ലാ മുസ്ലിമീങ്ങളും ഒരൊറ്റ വിശ്വാസത്തിലും ഒരു കർമ്മ രീതിയിലും പ്രവർത്തിച്ചു വന്ന കാലത്താണ് ഇവിടെ ഒരു പുതിയ പ്രസ്ഥാനം രൂപീകരിച്ചുകൊണ്ട് ചിലർ വന്നത്. അതിനെതിരായി അവരെ സത്യം മനസ്സിലാക്കി കൊടുക്കാനും ബഹുജനങ്ങൾക്ക് സത്യം യാഥാർത്ഥ്യം പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അധ്യക്ഷതയിൽ ഉണ്ടാക്കിയ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സംഘടന ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ സുബ്ഹാനല്ലാഹ് നമ്മുടെ രാജ്യം പരിശുദ്ധ ദീനുമായി വളരെയധികം അകന്നു പോകുമായിരുന്നു. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇന്നും മുസ്ലിം സമുദായം എല്ലാവിധ സംസ്കാരങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റുള്ള എല്ലാ മതക്കാരോടും അങ്ങേയറ്റം സഹകരിക്കുകയും സ്നേഹബന്ധം നിലനിർത്തുകയും ചെയ്തു പോരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഭീകരത ഇല്ലാതെയായത്, തീവ്രത ഇല്ലാതെയായത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചത് കൊണ്ടാണ്. ഞാൻ പറയട്ടെ, ഇവിടുത്തെ നമ്മുടെ രമേശ് ചെന്നിത്തല വളരെക്കാലം ഇവിടെ ആഭ്യന്തരമന്ത്രിയായി നിന്ന ആളാണ്. എന്നാൽ ഇതുപോലത്തെ ഒരു സമ്മേളനത്തിൽ പോലീസിനാക്കണമെന്ന് പറഞ്ഞാൽ 4 or 8 പോലീസിനെ വെച്ച് ഈ 8 or 10 പോലീസിനെ കൊണ്ട് ഈ സദസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുകയില്ല. പോലീസിൻ്റെ നിയന്ത്രണം അല്ല, അവരുടെ കുപ്പായത്തിൻ്റെ നിറവും അല്ല, മറിച്ച് അതിൻ്റെ പിന്നിൽ ഒരു നിയമമുണ്ട്. അനധികൃതമായി പ്രവർത്തിച്ചാൽ അവരെ പിടിച്ചു കിട്ടാനും ശിക്ഷിക്കാനും ഇവിടെ ഒരു നിയമമുണ്ട് എന്ന് വരുന്നത് കൊണ്ടാണ് ജനങ്ങൾ പോലീസുകാർക്ക് ഭയപ്പെടുന്നത്. ഈ കാണുന്ന ജനസമുദ്രം ഒരു പോലീസിൻ്റെയും ഒരു ശക്തിയുടെയും കൽപ്പന കൊണ്ടല്ല, മറിച്ച് നമ്മുടെ രാജ്യത്ത് അക്രമമുണ്ടാവാൻ പാടില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾക്ക് സംഘടനകൾക്ക് മാത്രമാണ് അതിന് സാധിക്കുക. എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ജനങ്ങളിൽ തടിച്ചു കൂടുന്നത്. അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഐക്യവും സന്തോഷവും എല്ലാം ഉണ്ടാകണം. അതേസമയത്ത് ഈ ഐക്യവും സ്നേഹവും ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി
ആരും ഉപയോഗപ്പെടുത്താതെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം ഖുർആനിൽ തൻ്റെ പേരിൽ ഒരു സൂക്തം തന്നെ ഉണ്ട്. ആ യൂസുഫ് അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്, എന്നെ നല്ല കൂട്ടരുടെ കൂടെ ചേർക്കണം, അൽഹിഖ്നി ബിസ്സാലിഹീൻ, നല്ലവരോടുകൂടെ എന്നെ ചേർക്കണം എന്നാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്. വേറെ ഒരായത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നു, ഇത്തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം, വകൂനു മഅസ്സാദിഖീൻ, സജ്ജനങ്ങളോട് കൂടെ നിങ്ങൾ ആവണം. അങ്ങനെ ജനങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല ജനങ്ങൾക്കും ഒപ്പമാണ് ഞങ്ങൾ, എല്ലാ നല്ല ജനങ്ങൾക്കൊപ്പമാണ് ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അവിടുത്തെ പ്രസംഗത്തിൽ അയൽവാസികളെ ബഹുമാനിക്കാൻ വേണ്ടി പറഞ്ഞു. ആ കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ ഇറച്ചി കൊണ്ടുവന്ന് കറി വെക്കുമ്പോൾ അടുത്ത വീട്ടിൽ അത് കഴിക്കാൻ ശക്തിയില്ലാത്ത, ഇറച്ചി വാങ്ങാൻ കാശില്ലാത്ത പാവപ്പെട്ടവരുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ കറിയിൽ അല്പം വെള്ളം വർദ്ധിപ്പിച്ചുകൊണ്ട് അയൽവാസികൾക്ക് കൊടുത്തേക്കണം. എന്നിട്ട് അവസാനം പറഞ്ഞു, യാ നിസാ അൽ മുസ്ലിമാത്ത് ലാ തഹ്ഖിറന്ന ജാറത്തുൻ ലിജാറത്തിഹാ വലൗ ഫിർസഹാ. ആളിൻ്റെ കുറകും കരളും കൊടുത്ത് 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 അവസാനം ഒന്നുമില്ല, ആടിൻ്റെ കാലിൻ്റെ അടിയിലുള്ള ആ കഷ്ണം കൊണ്ടാണ് കറി വെച്ചതെങ്കിൽ അതുപോലും നിങ്ങൾ അയൽവാസികൾക്ക് കൊടുക്കണം. അങ്ങനെ നിങ്ങളുണ്ടാക്കുന്ന എല്ലാ കറികളിലും എല്ലാ ഭക്ഷണത്തിലും രുചികരമായ ഭക്ഷണം ഒരു ഭാഗം നിങ്ങൾ അയൽവാസികൾക്ക് കൊടുക്കണം എന്ന് പ്രവാചക പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അവിടെ മുസ്ലിമീങ്ങളെ മാത്രം തിരഞ്ഞു നോക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങളെ അയൽവാസികൾക്ക് കൊടുക്കണം. അതാരായിട്ട് നിങ്ങൾ നോക്കൂ, മർക്കസ് സഖാഫത്ത് സുന്നിയ കോഴിക്കോട്ട് വന്നു നോക്കിയാൽ അറിയാം, ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രമാണ്. ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ 1,400,000 മാത്രമേ കുറവുള്ളൂ. അത്രയും വിദ്യാർത്ഥികൾ നമ്മുടെ മർക്കസിൻ്റെ ചെലവ് കൊണ്ട് വടക്കേ ഇന്ത്യയിലും മറ്റ് പല സ്ഥലത്തും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കേന്ദ്രമായ മർക്കസ് സഖാഫത്ത് സുന്നിയ അത് കോഴിക്കോട്ടാണ്. അവിടെ നിങ്ങൾ വന്നു നോക്കൂ, കാശ്മീരിലുള്ള കുട്ടികളെ കൊണ്ടുവന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നു, ആന്ധ്രയിലുള്ള കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നു, ലക്നൌവിലുള്ള കുട്ടികളെ കൊണ്ടുവന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നു. ഇന്ത്യ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്ത് ഉള്ള കുട്ടികളെയും ഞങ്ങൾ പഠിപ്പിക്കുന്നു. മാത്രമല്ല, വളർത്താൻ ആളുകളില്ലാത്ത പാവപ്പെട്ട കുട്ടികൾക്ക് ഹോം കെയർ എന്നൊരു പദ്ധതി രൂപീകരിച്ചുകൊണ്ട് ഭക്ഷണ സാധനങ്ങൾ കൊടുത്തേക്കുന്നു. നിങ്ങൾക്ക് സൗകര്യമുള്ളവർക്ക് വന്ന് പരിശോധിച്ച് നോക്കാം. ആ കുട്ടികളുടെ പേരിൽ മുസ്ലിംകളുടെ പേര് മാത്രമല്ല, മറ്റ് മതസ്ഥരുടെ പേരുകൾ കൂടി ഉണ്ട് എന്ന് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ
മർക്കസിൽ ഉള്ള വലിയ വാട്ടർ ടാങ്കിൽ നിന്ന് പരിസരത്തുള്ള ഒരു 10-30 വീട്ടുകാർക്ക് അമുസ്ലിമീങ്ങൾക്ക് ഞങ്ങൾ വെള്ളം കൊടുക്കുന്നുണ്ട്. പൈപ്പിൽ അവരെ വീട്ടിൽ വെള്ളം എത്തിച്ചു കൊടുക്കുന്നു. കാശ് കൊടുത്ത് ലോറിയിൽ വെള്ളം അടുപ്പിക്കുന്ന വേനൽക്കാലത്ത് പോലും അയൽ വീട്ടുകാർക്ക് വെള്ളം ഞങ്ങൾ കൊടുക്കുന്നു. അത് മുസ്ലിംകൾ മാത്രമല്ല, എല്ലാ ജാതിയിലുംപ്പെട്ട ആളുകളുണ്ട്. നിങ്ങൾക്ക് വന്ന് ഒരു കണക്കെടുത്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും എത്ര വീടുണ്ട് അമുസ്ലിമീങ്ങളെ വീട് എന്ന് നിങ്ങൾക്ക് കണക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഞങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഇവിടെ മുമ്പോട്ട് പോകുന്നത്. ഇതൊന്നും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കുകയോ അതിനുവേണ്ടി വോട്ട് ചോദിക്കുകയോ ചെയ്യാൻ വേണ്ടിയല്ല. മനുഷ്യൻ എപ്പോഴും പരസ്പര സ്നേഹവും സന്തോഷവും ഉണ്ടാകണമെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ തീർത്തട്ടെ. ഇന്ന് ലൈലത്തുൽ മേറാജിൻ്റെ രാവാണ്. ഇന്ന് വളരെ ഉത്തരം കിട്ടുന്ന രാവാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുടെ പ്രസംഗത്തോടു കൂടി അവസാനിപ്പിക്കും. നിങ്ങളെല്ലാവരും ലോക സമാധാനത്തിന് വേണ്ടി ദുആ ചെയ്യുക. ഇപ്പോൾ അമേരിക്ക ഒരു പ്രസിഡന്റിനെ റാജിക്കൊണ്ടുപോയി. പ്രസിഡന്റിനെ ഒറ്റിക്കൊണ്ടുപോയി. ഇപ്പോൾ വേറെ പല രാജ്യവുമായി ഒരു ചെറിയ യുദ്ധം ഉണ്ടാക്കി അവരെ പെട്രോൾ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഫലമെന്താണ്? ലോകമൊട്ടാകെ ദാരിദ്ര്യമുണ്ടാകും എന്നല്ലാതെ മറ്റ് യാതൊരു ഫലവും അതിനുണ്ടാവുകയില്ല. ഇപ്പോൾ UAE, ദുബൈ, അബുദാബി, അതുപോലെ തന്നെ ഖത്തർ, ബഹ്റൈൻ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അമേരിക്കൻ്റെ പട്ടാളമുണ്ട്. ആ പട്ടാളത്തെ കൊണ്ടുവന്ന് ഇറാൻ ബോംബിടുകയാണെങ്കിൽ രാജ്യം അതോടുകൂടി നശിച്ചില്ലേ? അങ്ങനെ രാജ്യം നശിച്ചാൽ എത്ര ലക്ഷങ്ങളാണ് പട്ടിണിയാകുന്നത്? അതൊന്നും ചിന്തിക്കാതെ ഇവിടെ വർഗീയമായി കലാപമുണ്ടാക്കുന്ന അമേരിക്കയ്ക്ക് ഒരു രാഷ്ട്രവും സഹായിക്കരുതെന്ന് ഞങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അങ്ങനെയുള്ള ലോകമഹായുദ്ധം ഇവിടെ വരാതിരിക്കട്ടെ, വരാത്തതൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എല്ലാ മുഅ്മിനീങ്ങളിലും ദോഷങ്ങൾ അല്ലാഹു പുറത്തു വരുമാറാകട്ടെ. എല്ലാ രോഗത്തിൽ നിന്നും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. താജുൽ ഉലമ നഗർ ആണ് ഈ നഗർ. താജുൽ ഉലമ ബഹുമാനപ്പെട്ട നമ്മുടെ കർണാടക സ്പീക്കർ UT അബ്ദുൽ ഖാദർ സാഹിബ് ഹാജി അവർക്കറിയാം. 60 കൊല്ലത്തോളം ഉള്ളാളത്ത് മുദ്രിസായി ആയിരക്കണക്കായ പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും ഉണ്ടാക്കുന്നതിന് നേതൃത്വം വഹിച്ചു കൊടുത്ത ഉള്ളാൾ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി താജുൽ തങ്ങൾ അവരുടെ ഇന്ന് നമ്മോടൊപ്പമില്ല. അള്ളാഹു അവരുടെ ദർജന എഴുതിക്കൊടുക്കുമാറാകണം. അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ നിന്ന് വഫാത്തായി പോയ മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരെ ഖബറിനെ അള്ളാഹു സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും റസൂലുള്ളാഹിയുടെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലിഹി
وصحبه أجمعين والحمد لله رب العالمين. ശ്രദ്ധിക്കുക. ബഹുവന്നരായ സുൽത്താനുൽ ഉലമ നമുക്ക് പ്രതിജ്ഞ ചൊല്ലിത്തരുന്നു. എല്ലാ ആളുകളും എഴുന്നേറ്റ് നിന്ന് ഉസ്താദ് ചൊല്ലിത്തരുന്നത് ഏറ്റ് ചൊല്ലുക.